ഗായ്സ് വെൽക്കം ടു സെൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ BTC 60K കഴിഞ്ഞ ദിവസം 56 കണ്ടു. നമ്മൾ കഴിഞ്ഞ ലൈവുകൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. 60K എന്ന് പറയുന്ന ഒരു മെയിൻ സപ്പോർട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ ഈ ഒരു വിക്ക് എന്തായാലും പ്രതീക്ഷിക്കണം. അത് 57, അത് 60. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു സൈക്കോളജി പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 60K എന്ന് പറയുന്ന മെയിൻ സപ്പോർട്ടാണ് നമുക്ക് തോന്നുമ്പോഴാണ് അവിടുന്ന് മോർ ലോങ്ങുകൾ വരികയും അത് ലിക്വിഡേറ്റ് ആക്കാനുള്ള ന്യൂസുകളൊക്കെ വരുന്ന സമയത്ത് മാക്സിമം ഡൗൺ ട്രെൻഡ് വന്ന് വീണ്ടും ഷോർട്ട് ഓപ്ഷൻസ് ഓൺ ആക്കിയതിന് ശേഷമായിരിക്കണം മാർക്കറ്റ്. ഇത് നമ്മൾ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞതാണ്, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചതാണ്. എന്നാൽ നമ്മളുടെ ഇടയിൽ ഒരുപാട് കൺഫ്യൂഷൻസ്, എനിക്ക് അതിൻ്റെ ഇടയിൽ ഈ 56 കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് മെസ്സേജുകൾ ടെലിഗ്രാമിൽ വന്നിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്, സെൽ ഓഫ് ചെയ്യട്ടെ, ഭയങ്കര ടെൻഷനിലാണെന്നൊക്കെയുള്ള മെസ്സേജുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം നമ്മൾ മെമ്പേഴ്സിൻ്റെ റിപ്ലൈസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്തിൽ പോലും ഞാനൊരു വിചാരിച്ചിട്ടുണ്ട് വീഡിയോൻ്റെ കാര്യങ്ങൾ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഈ ഒരു ചെറിയ വേരിയേഷൻസ് ഒന്നും ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പം BTC 100K എത്തുമല്ലാണ്ട് ഇവിടുന്ന് ലോങ് പോകാന്നുള്ള ആ ഒരു ഫ്യൂച്ചർ എയിം കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കും. പിന്നെ ഈ സമയത്ത് നമ്മൾ ചെയ്യാനുള്ളത്, നമ്മളിപ്പോൾ സ്പോട്ടിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ചെറിയ സമയത്തുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഈ ബേജാറ് കൊടുക്കുകയേ വേണ്ട. നിങ്ങൾ ചെറിയ സമയത്തുള്ള വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വപ്നമുള്ള, നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ച് കോയിൻസ് ഇല്ല, അത് കുറച്ചും കൂടി ലാഭത്തിൽ നമുക്ക് തരുന്നു, നമുക്ക് വേണ്ടി മാത്രം തരുന്നു എന്ന ആറ്റിറ്റ്യൂഡ് ഇടുക. ഇത് ഞാൻ ഈ സമയത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് മുമ്പ് പോസ്റ്റ് ഹാൾവിങ്ങിൻ്റെ സമയത്തുള്ള മാർക്കറ്റ് എന്ന് പറയുന്നത് ഫിൽട്ടർ ചെയ്യേണ്ട മാർക്കറ്റാണ്. ഇവിടുന്ന് ഒരിക്കലും ഒരു വെയിൽസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്നൊരു ന്യൂസ് ഞാൻ കണ്ടു, ഏകദേശം 47K ഈ കഴിഞ്ഞ ഡിപ്പിൻ്റെ ഇടയിൽ വെയിൽസ് അക്യുമുലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അതേ സമയത്ത് പലരും അക്യുമുലേറ്റ്. ഈവൻ വേറെ ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചത്, അത് എത്രത്തോളം അതിൻ്റെ ഉള്ളിൽ ഇതുണ്ടെന്ന് അറിയിലും പോലും, നമുക്ക് പുറത്ത് വന്ന ഈ ഹോങ്കോങ് ETF വോള്യൂം എന്ന് പറയുന്നത് വളരെ കുറവാണെന്നുള്ള ന്യൂസല്ലേ നമുക്ക് ഒട്ടാകെ വന്നത്. എന്നാൽ എക്സാക്റ്റ് അതിലും കൂടുതലാണ് നല്ല രീതിയിൽ ആ സമയത്ത് ബൈയിങ് നടന്നിട്ടുണ്ടെന്നും. പക്ഷെ ആ ഒരു ഹോങ്കോങ് ETF ഒന്നും അത്ര ശക്തമായ രീതിയിൽ പോയിട്ടില്ല. അങ്ങനെയുള്ള കുറച്ച് ന്യൂസുകൾ, ഹോങ്കോങ് ETF സെൽ ഓഫ് വരുന്നുണ്ട് എന്നുള്ള അങ്ങനെയുള്ള കുറേ ന്യൂസുകളൊക്കെ അന്ന് നല്ല രീതിയിൽ മുതലെടുത്ത് മാർക്കറ്റ് വീണ്ടും 60 എന്ന് പറയുന്ന ഒരു നല്ലൊരു ഏരിയയിൽ നിന്ന് വലിയ രീതിയിൽ കുറക്കാൻ വേണ്ടി കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന വെയിൽസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ സമയത്ത് ഫോക്കസ് ചെയ്യേണ്ട ഒറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഈ ഒരു മോട്ടോ നിങ്ങളുടെ മനസ്സിൽ വേണം. നിങ്ങൾ ഈ ഒരു സമയത്ത് ചെറിയ ചെറിയ വേരിയേഷൻ ഒന്നും മനസ്സ് കൊടുക്കണ്ട. ഇപ്പം എപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞോളൂ, 60K നിൽക്കുക. 60 എപ്പോഴും എന്ത് ചെയ്യുക, കുറച്ച് USDT സ്റ്റോർ ചെയ്യുക. എന്തിനാണ് 60K ബിലോയിലേക്ക് വരുമ്പോഴൊക്കെ, 60K ബിലോയിലേക്ക് വരുമ്പോഴൊക്കെ റീബൈ ഓപ്ഷൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഈ 60ൻ്റെയും 74ൻ്റെ ഇടയിലുള്ള, അല്ലെങ്കിൽ 71ൻ്റെ ഇടയിൽ റീ അക്യുമുലേഷൻ പീരീഡാണ് നമ്മളുള്ളത്. ഈ സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ കുറേ കാണും. 70 എത്തുമ്പോൾ ഒരിക്കലും തോന്നരുത് 70 ബ്രേക്ക് ചെയ്ത് നേരെ 100K ആണെന്നും തോന്നരുത്. 60 ബ്രേക്ക് ചെയ്ത് ഡൗൺലോഡ് വരുമ്പോൾ വേഗം വലിയ കുറച്ചിലാണെന്നും തോന്നരുത്. വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇത്തരം കറക്ഷൻ്റെ സമയത്ത് നമുക്കുണ്ടാകുന്ന വേറൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഞാൻ നിങ്ങളോട് പറഞ്ഞു 56ൻ്റെ സാധ്യതകളെ കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് അന്ന് വന്ന ഒരുപാട് മെസ്സേജ് എന്ന് പറഞ്ഞാൽ 56 അല്ല 45ആണ്, 48ആണ്. അപ്പോൾ ഇത് വരുമ്പോൾ നമുക്കെന്ത് സംഭവിക്കുക, ആ 56 സമയത്തുള്ള ബൈയിങ് നമുക്ക് നടക്കില്ല. നമ്മൾ ആ സമയത്ത് 45 എക്സ്പെക്റ്റ് ചെയ്തിരിക്കും. എന്നിരുന്നാലും 60, 61 ഉണ്ടാകുമ്പോൾ നമ്മളോട് വീണ്ടും സംസാരം വരുന്ന 61 അല്ല 71 പറഞ്ഞിട്ട് 63 പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ഒരു ലേറ്റ് ബൈയിങ്ങിലേക്ക് മാറ്റും. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഒരിക്കലും നിങ്ങൾ ഓൾറെഡി ഏർലി തന്നെയാണ് മാർക്കറ്റിൽ, നിങ്ങൾ അത്ര ലേറ്റ് ആയിട്ടൊന്നുമില്ല. പോസ്റ്റ് ഹാൾവിങ് റാലി വരുന്നത്ര. അപ്പോൾ നിങ്ങൾ നന്ന ഡൗണിൽ നിന്ന് കിട്ടിയാൽ വാങ്ങാമെന്നുള്ള ആറ്റിറ്റ്യൂഡ് തൽക്കാലത്തിലേക്ക് മാറ്റി വെക്കുക. നമ്മളിത് എത്ര കാലം ഈ ആറ്റിറ്റ്യൂഡ് ഇട്ടു? നമ്മൾ 20K 29K ഉണ്ടാകുമ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് ഇട്ടു, നമ്മൾ 35K ഉണ്ടാകുമ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് ഇട്ടു, 50K ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിച്ചു ഡൗണിൽ നിന്ന് വാങ്ങാം, കുറേയും കൂടി ഡൗണിൽ നിന്ന് വാങ്ങാം. 50K ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിച്ച് 40K എന്ന് വാങ്ങാം, 40K ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിച്ചു 35 വാങ്ങാം. ഇന്നിപ്പം 70K ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിച്ചു 60 വാങ്ങാം. ഇന്ന് 60 ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്, 50 അല്ലെങ്കിൽ 45 വാങ്ങും. നമ്മുടെ ഈ ഒരു ചിന്ത, അതാണ് നമ്മൾ മാറ്റി വെക്കേണ്ടത്. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ഈ സമയങ്ങളിൽ ചെയ്യാനുള്ള, ഇനി അങ്ങോട്ട് ഈ പറയുന്ന ഞാൻ പറഞ്ഞ പോലെ തന്നെ ആൾട്ട് മാർക്കറ്റ് ക്യാപ്പിൽ ഒരു ലോയിലേക്കാണ് ഈ മെയ് മന്ത് പോകുന്നത്. ആൾട്ടൊക്കെ അതിൻ്റെ ഒരു ലോ പിടിക്കും. അതിൻ്റെ ലോ പിടിച്ചിട്ട് നമ്മളെ പോലത്തെ ആൾക്കാർ, അധികം മാർക്കറ്റ് ശ്രദ്ധിക്കാത്ത, ഒരുപാട് വലിയ അറിവൊന്നുമില്ലാത്ത ഒരാൾ എന്നോട് പറഞ്ഞ്, സാൻഡ പറയുന്നത് കൊണ്ടും വീഡിയോ ഇടുന്നത് കൊണ്ടാണ് ഞാനിത് സെല്ല് ചെയ്യാണ്ടിരുന്നത്, അല്ലെങ്കിൽ ഞാൻ സെല്ല് ചെയ്ത് ഒഴിവാക്കി പോയിട്ടുണ്ടാവും.
എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു 56K എന്നൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഇത് വീണ്ടും ഡൗണിലേക്ക് നമ്മളെയൊക്കെ ഫിൽട്ടർ ചെയ്യപ്പെടും. ഈ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ജാനുവരിയിലുള്ള മെമ്പേഴ്സ് ഉണ്ടല്ലോ, ആ ജാനുവരിയിൽ ആ ഷിബിൽ നല്ല ഹൈക്ക് ചെയ്തപ്പോൾ വീണ്ടും ഒരുപാട് പേര്, എനിക്കറിയാം, ഇനി പേഴ്സണലി ഈ ഫീൽഡിൽ ഉണ്ടാകുന്ന ടെലഗ്രാം കമ്മ്യൂണിറ്റി കൊണ്ടുപോകുന്ന എനിക്കറിയാം, അത്രയും ആൾക്കാർ മാർക്കറ്റിലേക്ക് പെട്ടെന്ന് വരികയും അവർ പെട്ടെന്ന് ഷിബ് വാങ്ങട്ടെ, പെപ്പ വാങ്ങട്ടെ, അത് വാങ്ങട്ടെ, ആ കോയിൻ വാങ്ങട്ടെ, ഏതാണ് ഇനിയിപ്പോൾ വാങ്ങാനുള്ളതെന്ന് പറഞ്ഞിട്ട് വീണ്ടും ശക്തിയായിട്ട് മാർക്കറ്റിലേക്ക് വന്ന ആൾക്കാർ ഇപ്പോഴാണ് ഫിൽട്ടർ ചെയ്യപ്പെടുക. അവർ വീണ്ടും തിരിച്ചു വരും എപ്പോൾ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നേരത്തെയും തിരിച്ചു വരാത്ത ആൾക്കാർ വീണ്ടും തിരിച്ചു വരും. വീണ്ടും ഈ പറഞ്ഞ കോയിനൊക്കെ ആൾട്ടിൻ്റെ പുതിയ സൈക്കിളായ ആ ഒരു ജൂൺ ജൂലൈ ഏരിയയിലേക്ക് വീണ്ടും ഒരു ഹൈക്ക് വരുമ്പോൾ അവർ വീണ്ടും തിരിച്ചു വരും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇവിടുന്ന് ഫിൽട്ടർ ചെയ്യപ്പെടരുത്. കാരണം ഇങ്ങനെ ഉണ്ടെങ്കിലേ മുന്നേറാൻ പറ്റൂ. ഒരു വോള്യൂം ഇവിടുന്ന് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, ഇവിടുന്ന് നല്ല ബൈയിങ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് പ്രഷർ വരണം, എന്നാലല്ലേ. ഇപ്പോൾ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം, ആ ഏകദേശം 40K അല്ലെങ്കിൽ 39K എന്നാണെന്ന് ഡയറക്റ്റ്, 37K എന്നാണ് ഡയറക്റ്റ് 70Kയിലേക്ക് പുഷ് വന്നത്. അതെന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് അല്ലെങ്കിൽ 37 ബൈ ചെയ്ത ആൾക്കാർ എത്രത്തോളം പ്രോഫിറ്റ് ആയിട്ടുണ്ടാവും. അവർക്ക് ഒരു വലിയ കോടി, നമ്മളെ പോലെ $100 $150 അല്ല പ്രോഫിറ്റ്, അവർക്ക് വലിയ പ്രോഫിറ്റാണ് അവർക്ക് വന്നത്. അപ്പോൾ അവിടെ നല്ല സെൽ ഓഫ് വന്നിട്ട് അവർക്ക് വീണ്ടും ഒരു റീബൈ ഓപ്ഷൻസ് നൽകാൻ പറ്റണം. അതാണ് ഇപ്പോഴത്തെ ഈ കൂൾ ഓഫ് പീരീഡ്. ഈ പീരീഡ് എന്ന് പറയുന്നത് നമ്മളെ പോലത്തുള്ള പാവങ്ങൾക്കും നല്ല അവസരങ്ങളായിട്ട് കാണണം. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ അവിടെയാണ് കുറച്ച് സിസ്റ്റമാറ്റിക് ആവേണ്ടത്. ഈ പീരീഡാണ് നമ്മൾ കടന്നു പോയത്. എനിക്ക് ഓർമ്മയുണ്ട് 29K 39K ഇങ്ങനൊരു പീരീഡ് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനൊരു പീരീഡ് 37K ഉണ്ടായിട്ടുണ്ട്. 37K നേരെ 49 വന്നിട്ട് അവിടുന്ന് നേരെ 36Kയിലേക്ക് വന്നിട്ടുണ്ട്. അന്ന് ഞാൻ ഒരുപാട് മെസ്സേജസ് കണ്ട് 32K 29K 22K എന്നൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ള കൂൾ ഓഫ് പീരീഡ് ഇവിടുന്നാണ് നമ്മൾ സർവൈവ് ചെയ്യേണ്ടത്. ഇവിടെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടുന്നാണ് നമ്മൾ തിരിച്ചു വരും. ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ട്, ഈ സമയത്ത് നോക്കാത്ത ആൾക്കാരുണ്ട്, ഇപ്പോൾ ഒന്നും ശ്രദ്ധിക്കാത്ത ആൾക്കാരുണ്ട്. അവരൊക്കെ വീണ്ടും വന്നിട്ട് വീണ്ടും ചോദിക്കും, കൂടുമ്പോഴാണോ പറയുന്നത് എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് വീണ്ടും എത്തും. ഇതൊന്നും നമ്മളെ ആരും പ്രശ്നമല്ല, ഇതൊക്കെ നമ്മളെ പ്രശ്നമല്ല, ഇതൊക്കെ നമുക്ക് എല്ലാ മനുഷ്യന്മാർക്കും സൈക്കോളജിക്കലി ഡീൽ ചെയ്യുന്നൊരു പ്രശ്നമാണ്. നമ്മളെ സംബന്ധിച്ചുകൊണ്ട് ശരിയാണ്. എത്ര നമ്മൾ പറഞ്ഞാലും ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ നിങ്ങളുടെ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ മാസം ഇപ്പോൾ എന്താക്കി, ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് 1000 രൂപ ശമ്പളമുള്ള നിങ്ങൾക്ക് ചിലപ്പോൾ 200 രൂപ നമ്മൊരു സിനിമക്കോ അല്ലെങ്കിൽ നമ്മൾ വേറൊന്നിന് കളഞ്ഞാൽ അതിലൊന്നും നമുക്കൊരു ടെൻഷനും ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് ആ ഉദാഹരണത്തിന് 1000 രൂപ ഉണ്ട്, നോർമലി 1000 രൂപയിൽ 800 ചിലവിന് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കെന്തിന് ടെൻഷൻ വന്നിന്, ആ 800 ഓരോ മാസം കഴിഞ്ഞു പോയപ്പോൾ പോയ പോലെ തന്നെ ഉണ്ടാവും. അതേസമയത്ത് നമ്മളൊരു 200 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിലൊരു 100 രൂപ അല്ലെങ്കിൽ 50 രൂപ കുറയുമ്പോൾ നമുക്ക് വലിയ ടെൻഷൻ വരാൻ തുടങ്ങും. നമ്മൾ ചെയ്തത് മിസ്റ്റേക്ക് ആണോ എന്ന് തോന്നും. അതേ സമയത്ത് നമ്മൾ ആ സൈഡിൽ നിന്നുള്ള അനാവശ്യമായി കളയുന്ന എമൗണ്ടിൻ്റെ 1% മാറ്റി വെച്ച് തുടങ്ങിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. എങ്കിൽ പോലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം ചെറിയ കറക്ഷൻസ് ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡൗണും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ബേജാറുണ്ടാവും. ഇതൊക്കെ ഒരു നോർമൽ പ്രക്രിയയാണ്. അത് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റണം. അത് ഡീൽ ചെയ്ത് വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് തോന്നൽ വേണ്ട, എനിക്കെന്താണ് ഇങ്ങനെ ഭയങ്കര ഒരു ബേജാറ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ടെൻഷൻ, എനിക്കെന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ തീരെ റെഡി ആവാത്ത, അങ്ങനെയൊന്നുമല്ല. നിങ്ങളോട് ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ക്രിപ്റ്റോയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുമിച്ച് വലിയ എമൗണ്ട്, ശരിയാണ് റിട്ടേൺസ്. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് എൻ്റെ 10x കോയിൻ ആയാലും ഈ ഒരു സമയത്തിൻ്റെ നോക്കുമ്പോൾ നമുക്ക് റിട്ടേൺസ് ഓക്കെയാണ്, നല്ല രീതിയിൽ റിട്ടേൺസ് വരും. എങ്കിൽ പോലും ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെ, ടെൻഷനുള്ളൊരു ജീവിതം നമുക്ക് ക്രിപ്റ്റോയിലൂടെ വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഞാനല്ല നിങ്ങൾക്ക് ഇതിലൊരു വഴികാട്ടി തരുന്നത്. അപ്പോൾ ഞാൻ വഴികാട്ടി തരുന്നതുകൊണ്ട് ഈ ഒരു വിഷയത്തിലാണ് എനിക്ക് പറയുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, എന്താ, നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഒരു അത്യാവശ്യം ഒരു എമൗണ്ട് വാങ്ങുന്നതിന് ഞാൻ എതിർക്കുന്നതല്ല. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈ ഒരു നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു മന്ത്ലി ഇൻകം ഉണ്ടല്ലോ, നിങ്ങളിപ്പോൾ ഒരു സൈഡ് ജോബിൽ ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് മന്ത്ലി നിങ്ങൾ സാലറി ആണെങ്കിൽ, നിങ്ങൾ കച്ചവടത്തിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന, നിങ്ങൾ ഇവിടെ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കാണുന്ന വീഡിയോയിൽ വരെ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് 1000 രൂപ അല്ലെങ്കിൽ 30,000 രൂപയാണ്. ഇന്നിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ 30,000 എന്നിട്ട് പോലും നിങ്ങൾക്ക് ജീവിതത്തിൽ ആ ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങളെ ശമ്പളം 30,000 തന്നെ, ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ 30,000 തന്നെ. പക്ഷെ ഇന്ന് മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യപ്പെടാൻ പറ്റുന്നു, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വേറെ വലിയ സന്തോഷങ്ങളൊന്നും മാറ്റി വെക്കാണ്ടിയും വരുന്നില്ല. അതായത് നിങ്ങളുടെ അനാവശ്യ ചെലവുകൾ
ഒന്ന് പിടിമുറുക്കിയപ്പോൾ, നിങ്ങളൊരു മണി മാനേജ്മെൻറ്റ് ചെയ്തപ്പോൾ, ഒന്ന് ചിന്തിച്ചപ്പോൾ, ഒന്ന് നോട്ട് ചെയ്തപ്പോൾ, ഡെയിലി ഇൻകം അല്ലെങ്കിൽ ഡെയിലി എക്സ്പെൻസ് ഒന്ന് നോട്ട് ചെയ്തപ്പോൾ ഒരു എമൗണ്ട് മാറ്റി വെക്കാൻ പറ്റി. അവിടെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. അത് ചെയ്തു തുടങ്ങിയ അടിപൊളിയാണിത്. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് തുടങ്ങേണ്ടത്. പ്രത്യേകിച്ച് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, ഒരുപാട് പ്രവാസികളുണ്ട്, അവരൊക്കെയാണ് അങ്ങനെ ചെയ്തു തുടങ്ങണം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ശരിയാണ്, നമ്മളെല്ലാവരും പെട്ടെന്ന് ഒരു വലിയ എമൗണ്ട് മാറ്റി വെക്കുക, എന്നിട്ട് ചിലപ്പോൾ ചിലപ്പോൾ ഈ 3 മാസത്തെ കാലയളവ് നമുക്ക് ചിലപ്പം പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായാലോ, അല്ലെങ്കിൽ ആ ഒരു കാലയളവിൽ നമുക്ക് വലിയ ടെൻഷൻസ് ക്രിയേറ്റ് ആവുന്നുണ്ടെങ്കിലോ, അവിടെയല്ല. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫും കൂടി ഒന്ന് മാറണം. അതായത് 100 രൂപ കിട്ടുന്ന ഒരാൾക്ക് സാധാരണഗതിയിൽ 90 രൂപ ചിലവാവുന്നിടത്തുനിന്ന് 80 ചിലവാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് 2 കാര്യമുണ്ട്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തോട്ടും ഇമ്പ്രൂവ് ആവും, അതേപോലെ എന്ത് ചെയ്യപ്പെടും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ 100% ഉറപ്പാണ്. ഉദാഹരണം 30,000 കിട്ടുന്നതിൽ എവിടെയോ ഒരു 1,500 അല്ലെങ്കിൽ 3,000 രൂപ അനാവശ്യ ചിലവ് വരുന്നുണ്ട്. അത് നമ്മൾ പ്ലാനപ്പ് ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു നോട്ട് ചെയ്യാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് പ്രത്യേകിച്ച് ഈ ഗൂഗിൾ പേ സംവിധാനങ്ങളൊക്കെ വന്നപ്പോൾ വളരെ ലാഘവാകുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ചിലപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്താൽ റെഡിയാവുന്ന, ചിലപ്പോൾ ജസ്റ്റ് ഒരു കെയർ ചെയ്താൽ റെഡിയാവുന്ന 1% പൈസ നമ്മളെല്ലാവരിലും ഉണ്ട്. അതാണ് നമ്മൾ ഇവിടത്തേക്ക് മാറ്റി വെക്കേണ്ടത്. ഈ ഒരു 300 സംതിങ് ദിവസം അല്ലെങ്കിൽ 290 അല്ലെങ്കിൽ ഈ വരുന്ന ഈ ഒരു 2025 ജാനുവരിയിലേക്ക് നമുക്ക് സിസ്റ്റമാറ്റിക്കായി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും സീറോയിലാണെങ്കിൽ ഉള്ളവരാണെങ്കിലും ഒരു 10 രൂപയെങ്കിലും 10 രൂപ ക്രിപ്റ്റോയിൽ ഈ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് ഇടാൻ പറ്റണം. ക്രിപ്റ്റോ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗോൾഡിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് പല ഏരിയയിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ വേറെ നിങ്ങൾ മറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് എന്തായാൽ പോലും ഈവൻ നിങ്ങളുടെ ബാങ്ക് ഏതെങ്കിലും ഒരു ബാങ്കിലേക്കെങ്കിലും മാറ്റിവെക്കുന്ന രീതിയിൽ നമ്മൾ മാറണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു ശതമാനം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്, നമുക്ക് മന്ത്ലി ഒരു എമൗണ്ട് മാറ്റിവെക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. അതിൻ്റെ കൂടെ കുറച്ച് പൊട്ടൻഷ്യൽ കോയിൻസ്, ശരിയാണ് നമ്മൾ 10x പൊട്ടൻഷ്യൽ കോയിൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല, എങ്കിൽ പോലും ഞാൻ നിങ്ങളായി കഴിയും നിങ്ങൾ പേഴ്സണലായിട്ട് അയക്കുക, എൻ്റെ ടെലഗ്രാമിലേക്കൊക്കെ അയക്ക്, നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സഹായിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ 10x കിട്ടാത്തവരാണെങ്കിൽ ബിറ്റ് കോയിനിലേക്ക് ശ്രദ്ധ കൊടുക്കും. ഞാൻ മുമ്പ് പറഞ്ഞ ലിങ്ക് കോയിനുകളുണ്ടല്ലോ, ING പോലുള്ള കോയിൻസ് ഉണ്ട്. പുതുതായി പറഞ്ഞ 10x ഞാൻ പറയാത്തതെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ പൂർണ്ണമായും നിങ്ങൾക്ക് പറഞ്ഞു തന്ന നമ്മുടെ മെമ്പേഴ്സ് അതിനായിട്ട് എനിക്ക് പൈസ തന്ന് മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരുപാട് 500ഓളം മെമ്പേഴ്സ് ഉണ്ട്. അവരോട് ചെയ്യുന്ന ഒരു ചതിയാവുന്നതുകൊണ്ടാണ്. പക്ഷെ പ്രീവിയസ് 10xലുള്ള പല കോയിൻസും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് പല വീഡിയോയിലായിട്ടൊക്കെ, അതിലേക്കും കൂടി നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാവുന്നതാണ്. അവർക്ക് മെമ്പേഴ്സിൻ്റെയൊക്കെ ഒരു അനുവാദപൂർവമായ ഒരു സമീപനം ഉണ്ടെങ്കിൽ വേണമെങ്കിലും ഒരു കോയിനോ എന്തെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം പിന്നീട് സംസാരിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ ജീവിതം ചെറിയ രീതിയിൽ മാറ്റം വരുത്തണം. അതാണ് നമ്മൾ മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഈ ഒരു സമയത്തെ അവസരങ്ങൾ ടെൻഷൻ കൊണ്ടിട്ടോ പ്രത്യേകിച്ച് സ്പോട്ട് ഹോൾഡേഴ്സൊക്കെ ഈ ജാനുവരിയിൽ വന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ബുൾ മാർക്കറ്റിലെ ഹൈയിൽ വന്നിട്ട് ഈ ജാനുവരിയിലും കുറച്ചും കൂടി ആഡ് ചെയ്തവരുണ്ടെങ്കിൽ അവരോടൊക്കെ ഞാൻ പറയാമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ സമയത്ത് സജീവമാവും. നിങ്ങൾ ഇനി അടുത്ത ഒരു ജൂൺ ജൂലൈയിൽ വീണ്ടും ഹൈക്ക് ഉണ്ടാകുന്ന സമയത്ത്, ആ ആൾട്ട് സൈക്കിളിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, വീണ്ടും സജീവമാവേണ്ട വേണ്ടത്. ഇപ്പോഴേ സജീവമാവും. ഇപ്പോഴാണ് വെയിൽസ് അക്യുമുലേറ്റ് ചെയ്യുന്നത്, ഇപ്പോഴാണ് വേറെ നമ്മളറിയാത്ത ആൾക്കാർ അക്യുമുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ സെൽ ഓഫ് ചെയ്യുന്ന സമയത്താണ് അവർ അക്യുമുലേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറണം. ഓക്കെ, അപ്പോൾ ബൈ.